മഞ്ചാടിന്ന് അച്ഛനെ കുട്ടി വന്നപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതല്ലേ. പിന്നെന്തിനാ കുട്ടി വീണ്ടും വന്നത്? അന്ന് സാർ പറഞ്ഞില്ലേ, ജീവൻരാജിനെ പിടികൂടുന്നത് ചിലപ്പോ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട ആളായിട്ടായിരിക്കും. അതുപോലും ഇതുവരെ നടന്നില്ലല്ലോ സർ. ജീവൻരാജിനെ നാടുകടത്തിയ പ്രതിക്ക് ജാമ്യം കിട്ടി. ഓഹോ, ഗോകുല് ജാമ്യത്തിൽ ഇറങ്ങിയത് മഞ്ചാടി അറിഞ്ഞു അല്ലേ? അയാൾക്ക് വേണമെങ്കിൽ എപ്പോഴേ ഇറങ്ങിയായിരുന്നു മഞ്ചാടി. എന്താണെന്നറിയില്ല, അവൻ അഡ്വക്കേറ്റിനോട് കോടതിയിൽ ബെയിലപേക്ഷ നൽകണ്ടെന്ന് പറയുകയായിരുന്നു. കുറ്റബോധം കൊണ്ടായിരിക്കും സർ. ഒരു നിരപരാധിയല്ലേ ഈ നാട്ടിൽ നിന്ന് എന്നെ ഓടിച്ചത്. ഗോകുല ചെയ്തത് തെറ്റ് തന്നെയാ. അതുകൊണ്ടാണല്ലോ അയാൾ ആ കുറ്റം ഏറ്റു പറഞ്ഞപ്പോ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. ആ തെറ്റിന് ഇത്ര ചെറിയ ശിക്ഷയുള്ളോ സർ? ജീവൻരാജിനെ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട ആളാക്കി മാറ്റിയതോടെ അവനെ ഇല്ലാതാക്കാൻ നോക്കിയ ഗോകുലിനെതിരെയുള്ള കേസ് ഇനി നിലനിൽക്കോ സർ? കുട്ടി കാര്യത്തിന്റെ ഗൗരവം അറിയാതെയാ സംസാരിക്കുന്നത്. കുറച്ചു ദിവസം കൂടി മഞ്ചാടി ഒന്ന് വെയിറ്റ് ചെയ്യും. ജീവൻരാജിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ ഞാൻ കുട്ടിക്ക് തരാം. അതുപോലെ ആ പിക്ചർ എന്തായിരിക്കും എനിക്കിപ്പോ ഊഹിക്കാൻ കഴിയുന്നുണ്ട് സർ. സർ, ഞാൻ ഗോകുലാണ്. റിമാൻഡ് കഴിഞ്ഞിറങ്ങിയതാ. ഇവിടെ സൈൻ ചെയ്യാൻ ആദ്യം CI സാറിനൊന്ന് കണ്ടിട്ട് സൈൻ ചെയ്യാം. ശരി സർ. ശരി. എന്തായാലും എനിക്കെല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടു സർ. ഇനിയും ഗോകുലിനെ ആരൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും എന്റെ ശാപത്തിൽ നിന്ന് അവന് ഈ ജന്മം രക്ഷപ്പെടാൻ കഴിയില്ല. സർ, പാടോ. സൈൻ ചെയ്യാൻ വന്നാണല്ലേ? അതെ സർ. ഇരിക്കേ. എന്താ മഞ്ചാടി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ജീവൻരാജ് എവിടെ? അവനെ എനിക്കിനി ജീവനോടെ കാണാൻ കഴിയോ? പോലീസ് മഞ്ചാടിയോട് എന്താ പറഞ്ഞത്? അവരല്ലേ ജീവൻരാജിനെ അന്വേഷിക്കുന്നത്. അവര് മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി ജീവൻരാജിനെ മയക്കുമരുന്ന് മാഫിയയുടെ ആളാക്കി മാറ്റിയിരിക്കാം. മറ്റാർക്കോ വേണ്ടി ജീവൻരാജിനെ നാട് കടത്തിയതിന് സ്വയം കീഴടങ്ങി ജാമ്യത്തിന് പോലും ശ്രമിക്കാതെ ജയിലിൽ കിടന്നവനാ ഞാൻ. എനിക്ക് വേണ്ടി ജീവൻരാജിനെ ഏതെങ്കിലും കേസിൽ പ്രതിയാക്കണമെന്ന് ഞാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. പോലീസ് അത് ചെയ്യുകയില്ല. പിന്നെ ജീവൻരാജ് ഒരു സുപ്രഭാതത്തില് മുംബൈയിലേക്ക് പോയി അവിടെ മയക്കുമരുന്ന് സംഘത്തിൽ ചേർന്നു എന്ന് ഞാൻ വിശ്വസിക്കണോ? പെട്ടെന്നൊരു ദിവസം ചെന്ന് അതിന്റെ ഭാഗമാകാൻ കഴിയുമെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷെ മയക്കുമരുന്ന് സംഘത്തിന് ലോകം മുഴുവൻ വേരുകളുള്ള കാലമാണിത്. ജീവൻരാജ് ആസിഫുമായി ചേർന്ന് മയക്കുമരുന്ന് ഉപയോഗവും ചെറിയ രീതിയിൽ വിതരണവും ഉണ്ടായിരുന്നുവെന്ന് മഞ്ചാടിക്കും അറിയാവുന്നതല്ലേ. ജീവൻരാജിനെ തുരുത്തിൽ നിന്ന് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചത് ആസിഫായിരുന്നു. അവൻ ഇവിടെ നിന്ന് മുങ്ങിയിട്ടിപ്പോ എവിടാന്നറിയോ? എവിടെയാ? ബാംഗ്ലൂർ നാർക്കോട്ടിക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കസ്റ്റഡിയിൽ. ഈ
ഈ നാട് വിട്ട് പോണോന്ന് ഞാൻ ജീവൻ രാജിനോട് പറഞ്ഞപ്പോ അവൻ ബാംഗ്ലൂർക്ക് പോണോന്ന് ആദ്യം പറഞ്ഞത്. അപ്പോഴേ എനിക്കറിയാം എങ്ങനെയെങ്കിലും മഞ്ചാടി അവൻ അവിടേക്ക് എത്തിക്കുമെന്ന്. അവന്റെയും ആസിഫിന്റെയും ലക്ഷ്യം നിന്നെ കൂടെ അതിലൊരു കണ്ണിയാക്കാനായിരുന്നു. അതിൽ നിന്ന് നിന്നെ രക്ഷിക്കുക മാത്രമേ ഞാൻ ചെയ്തത്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ജീവൻ രാജിന് മയക്കുമരുന്ന് വിറ്റ് ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവൻ റാങ്ക് ഹോൾഡറാ. പഠിച്ച ഏറ്റവും ഉയർന്ന നിലയിലെത്താൻ അവന് കഴിയുമായിരുന്നു. മഞ്ചാടിക്ക് അവരുടെ നെറ്റ്വർക്കിനെ കുറിച്ച് അറിയാത്തോണ്ടാ. നമ്മുടെ നാട്ടിൽ തന്നെ എഞ്ചിനീയറെയും ഡോക്ടറെയും IT പ്രൊഫഷണലിസ്റ്റുകളെയും രാസലഹരിയുമായി പിടിച്ചിട്ടുണ്ട്. എല്ലാ സമ്പന്നരുടെ മക്കളാ. എപ്പോഴെങ്കിലും ഒരിക്കലൊരു രസത്തിന് തുടങ്ങി പിന്നെ അതിൽ പെട്ടുപോയാൽ ഊരിപ്പോരാൻ വലിയ പാടുള്ളൊരു വലയാണത് മഞ്ചാടി. ജീവൻ രാജിനോടുള്ള പ്രണയത്തിനൊപ്പം തുടക്കം മുതലുള്ള അവന്റെ പ്രവൃത്തികൾ കൂടി മഞ്ചാടി മനസ്സിലിട്ട് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കണം. അപ്പോ നിനക്ക് കാര്യങ്ങൾ കുറച്ച് ബോധ്യപ്പെടുമെന്ന എന്റെ വിശ്വാസം. ഞാൻ മഞ്ചാടിയെ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. മഞ്ചാടി, ജീവൻ രാജ് നല്ലൊരു മനുഷ്യനായി നിന്റെ അടുത്തേക്ക് തിരിച്ചു വരണം. അതാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ആ പ്ലേറ്റും കിടത്തി. ആ, ശബരേട്ടാ, ഇടയ്ക്കൊന്ന് പുറത്തേക്ക് ശ്രദ്ധിക്കണേ. അയാൾ അച്ഛനെ കാണാൻ വന്നിട്ട് വീടിനകത്ത് കയറിയിരിക്കാതെ കാറിലിരിക്കുന്നതില് എനിക്ക് എന്തോ ചെറിയ ഡൗട്ടുണ്ട്. എന്ത് ഡൗട്ട്? ആക്സിഡന്റിൽ പരിക്കേറ്റ കാര്യം അയാൾ പറഞ്ഞതല്ലേ. വണ്ടിയിൽ ഇരിക്കുന്നതായിരിക്കും അയാൾക്ക് സൗകര്യം. നമുക്കും അത് സൗകര്യമായി. അതല്ല, വീട്ടിൽ കയറിയിരുന്ന നമ്മൾ പലതും ചോദിച്ച് അയാളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കും. അത് പേടിച്ചാണ് അയാള് കാറിലിരിക്കുന്നെന്ന് പറഞ്ഞെങ്കിലോ. ഈ ആദ്യത്തിനന്ന് രഘുവേട്ടന്റെ ഫംഗ്ഷന് വരാതിരുന്നതും അല്ല, അച്ഛനെ അന്ന് രാത്രി കാണാതിരുന്നതും ഒക്കെ ചേർത്ത് വായിക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ എനിക്കും തോന്നുന്നുണ്ട്. ആ, എന്തായാലും ഞാൻ ഈ ജോലിയും തീർക്കട്ടെ.